എന്നും പതിവ് പോലെ തന്നെ ഞാനിതാ നേരത്തെ കാലത്ത് നീച്ചിട്ടില്ലെങ്കിലും ഒരു 5:30 5:45 6 മണി, സത്യം പറഞ്ഞാൽ 6 മണിയോട് കൂടിയാണ് നീച്ചിട്ടുള്ളത്. 8 മണിക്കാണ് ഇവിടെ മക്കൾക്ക് പോകേണ്ടത്. അപ്പം അതിൻ്റെ മുന്നേ ബാക്കിയുള്ള പണികളൊക്കെ എടുത്താൽ മതിയല്ലോ. മഴയാണല്ലോ, പിന്നെ അങ്ങനെ കുറച്ച് നേരം ഒന്ന് കിടക്കും കേട്ടോ, ഇത്തിരി നേരം ഒന്ന് അവിടെ കിടക്കും. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. എപ്പോഴോ തുടങ്ങിയതാണ് കേട്ടോ മഴ. ഞാൻ അറിഞ്ഞിട്ടില്ല, 5:45 ഞാനങ്ങോട്ട് അറിഞ്ഞത്. ഒരു 5:45 ഒരു 5:50 ആയപ്പോഴാണ് ഞാൻ മഴനെ പറ്റി ഓർത്തത്. അങ്ങനെ തട്ടിപ്പറഞ്ഞ് നീച്ചാണ്ട് വേഗം ബാക്കി പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഒരാളെ സ്കൂൾക്ക് പോകണുള്ളൂ. എന്താണ് അവിടെ നത്തിൻ്റെ പോലെ നോക്കിക്കണതെന്നല്ലേ, അവിടെ നല്ലപോലെ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ചോരയാണ്, വേറെ ഒന്നുമല്ല. ഒരു തുള്ളി വെള്ളം ഞങ്ങൾ പുറത്തേക്ക് കളയലില്ല. അപ്പോൾ അടുക്കളൊക്കെ ഏകദേശമൊക്കെ അതിൻ്റെ പണി കഴിയാനായിട്ടുണ്ട്. നല്ലപോലെ ചോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോരിലടക്കട്ടെ, മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം. മകൾക്ക് ചോറ് കൊണ്ടുപോകണം. ഒരാളെ ഇപ്പോൾ പോകണുള്ളൂ, ബാക്കിയുള്ളവരതൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലേ, നമ്മൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളട്ടെ. കാണുമ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്താലൊരു സമാധാനം ഉണ്ടാവും. നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും, എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സന്തോഷമാണല്ലോ ഇപ്പോൾ ഭൂമിയിൽ വലിയത്. അപ്പോൾ ചോറിന് അരിയിട്ടാണ്ട് വേഗം ഉപ്പേരി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഉപ്പേരിയും ചോറാണ് നമുക്ക് കൊണ്ടാക്കാനുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാനാട്ടോ. അപ്പോൾ ഈ മഴക്കാലമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇന്നെ തന്നെ നല്ലപോലെ ഉപദേശിക്കുന്നുണ്ട്, വെള്ളം കുടിക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങോട്ട് മറക്കുകയാണ് കേട്ടോ വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ 2-3 ഗ്ലാസ്സൊക്കെ ചൂടുവെള്ളം എടുത്ത് കുടിക്കും. അപ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെ ഉപ്പേരിക്കല് രാത്രി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു തുള്ളി വെള്ളം ഞങ്ങൾ പുറത്ത് കളയാറില്ല, ഫുള്ളകത്തന്നെ ഏറ്റുവാങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ, ഇവിടെ കുറച്ച് ഷീറ്റൊന്ന് ഓട് പൊട്ടിയത് വേറെ ഉണ്ട്, അതിപ്പോൾ ഇവിടെ പറയണില്ല. അപ്പോൾ ഷീറ്റ് എൻ്റെ ഓടിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് അടക്കേണ്ടി വരും, അല്ലാതെ ഇപ്പോൾ ഈ ഒരു ചോരൽ നിൽക്കില്ല. ആ ഒരു കമ്പിയുമ്പോൾ കൂടെ ഇതാക്കണം. നല്ലപോലെ വെള്ളം വരുന്നുണ്ട്. നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഉഷാറായിട്ട് വെള്ളം വരുന്നുണ്ട്. ഭാഗ്യത്തിന് അടുപ്പൊക്കെ ഒന്നും വെള്ളം ചാടുന്നില്ല. അതാ ഇവിടെയാണ് ഈ ഒരു ചുമരുമ്പോൾ കൂടെ നമ്മളെ ബാത്റൂമും കുളിമുറിയും ഒക്കെ പാടുള്ളതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ആ ഒരു ചുമരുമ്പോൾ കൂടെയാണ് ഈ വെള്ളം വരുന്നത്. കണ്ടോ ഇത്ര വെള്ളം വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴയാണ് ഇവിടെ, നല്ല ഉഷാറ മഴ തന്നെയാണ്. 2 ദിവസം മുന്നേ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. രാവിലെ തന്നെ മഴ പെയ്തുമ്പോൾ ഒരു മടിയാണല്ലേ, ഭയങ്കര വല്ലാത്തൊരു മടിയാണ്. എല്ലാവർക്കും ഒരു മടിയാണ്, പണിക്ക് പോകുന്നവർക്കും പണിക്ക് ഇന്നെ പോലെ ഒരു പണിയും ഇല്ലാത്തവർക്കും സ്കൂൾക്കാർക്കും എല്ലാവർക്കും രാവിലെ തന്നെ മഴ പെയ്താൽ ഭയങ്കര മടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഒരു മൂലക്കിൽ ഇരുന്നിട്ട് കാര്യമല്ല. നമ്മളെ പണികൾ നമ്മൾ തന്നെ എടുക്കണം. അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ വോയിസ് ആണെങ്കിൽ കേൾക്കണില്ല. നല്ല പോലെ മഴയാണ് പെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചോരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫ്രിഡ്ജിന്മേക്കാണ് ചോരുന്നത്. ഫ്രിഡ്ജ് കുറച്ചുകൂടി അപ്പുറം മാറ്റി വെക്കണം. അപ്പോൾ സ്വിച്ച് ഇടാനൊക്കെ പേടിയുണ്ടോ, അഥവാ ഷോക്ക് അടിച്ചാൽ കഴിഞ്ഞില്ല, എന്തെങ്കിലും ഒന്നും പറ്റിയാൽ മതി. അതുകൊണ്ട് ഈ ഒരു മഴയത്തൊക്കെ കറണ്ട് മേലൊക്കെ കളിക്കുന്നൊക്കെ സൂക്ഷിച്ച് വേണം. അപ്പോൾ ഞാൻ ചോറിന് അരിയിട്ടാണ്ട് വേഗം ഉപ്പേരി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ മക്കളൊക്കെ അതാ നീച്ച് വരുന്നുള്ളൂ. ഒരാൾ നീച്ചിട്ട് തന്നെയല്ല, ഒരാൾക്ക് പോകാനുള്ളവൾ ഇതാ നീച്ച് വരുന്നുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഈ ഗ്യാസ് അടുപ്പുണ്ടല്ലോ, വേഗം ഉപ്പേരി ആകുമ്പോൾ വെക്കട്ടെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉപ്പേരി ഉണ്ട് അടുപ്പത്ത് വെച്ചാൽ ഒരു സമാധാനം കിട്ടും. ചോറും ഉപ്പേരി ഒപ്പം ആക്കി കിട്ടിയാലൊരു സമാധാനമാണ്. പിന്നെ കട്ടനതാക്കുന്ന അവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പൈക്കൊരു കടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അങ്ങനെ രാത്രിയാണ് ഞാൻ ആ ഒരു പണികളൊക്കെ എടുത്ത് വെക്കട്ടെ. ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുക രാത്രിയാണ്. ബാക്കിയുള്ള ആ ഒരു നേരം ഉണ്ടല്ലോ, അത്രയും ലാഭമാണല്ലോ നമുക്ക്. രാത്രി തന്നെ ഒരുവിധ പരിപാടികളൊക്കെ ഒരുക്കി വെച്ചാലേ ലാഭമാണ് കേട്ടോ, സമയം ലാഭമാണ്. പിന്നെ കുഞ്ഞാറ്റക്ക് ഇത്തിരി രക്തത്തിൻ്റെ കുറവുണ്ട് കാരണം ഇതും ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഇത്തിരി കുറുക്ക് കൊടുക്കുക എന്നുള്ളത്. നമ്മളെ റാഗീൻ്റെ കുറുക്കുണ്ടല്ലോ, അത് രാവിലെ കുടിച്ച് പോകണമെന്ന് നല്ലതാണ്. ഇത്തിരി ലൂസാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ശർക്കര ഇട്ടാൽ നല്ലതാണല്ലോ. അങ്ങനെ ശർക്കര ചീകിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഈ ചോരയും വരുന്നില്ല, വലിയൊരു മുറി വായിക്കണം. പക്ഷേ ചോരന് ഒരു തുള്ളി വന്നിട്ടില്ല. അതാ ഇത്രയാണ് ചോര വന്നിട്ടുള്ളത്. അപ്പം മുറിയുമ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, നമ്മളെ പണിയെടുക്കാനേ നമ്മൾ തന്നെ ഉണ്ടാകുള്ളൂ. അങ്ങനെ ചോറ് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറായപ്പോൾ വേഗം ഉപ്പേരി അവിടേക്ക് വെച്ചിട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് ഉപ്പേരി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് തോരനാക്കി എടുക്കുക കേട്ടോ. തേങ്ങ ഇട്ട് വെക്കുമ്പോഴാണ് തോരൻ എന്ന് പറയുക, ബാക്കിയൊക്കെ ഞങ്ങൾ ഉപ്പേരി എന്നാട്ടോ പറയുക. മറ്റേത് തേങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ തോരൻ പറയും, അല്ലാത്തതിന് ഉപ്പേരി എന്ന് പറയും. അപ്പം പുറത്ത് മഴ പെയ്തപ്പോൾ തണുക്കുണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് വന്നോളും, അല്ലെങ്കിൽ അവിടെ ആടിപ്പാടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്താലേ വേഗം കുളിച്ചിട്ട് വന്നോളും. അങ്ങനെ കുടിക്കാൻ വെള്ളത്തിന് ഒരിത്തിരി കരിങ്കല്ലുകളാണ് 36 എടുത്ത് കൊടുത്തത്.
അപ്പോൾ ഏതാണെങ്കിലും ഒത്തിരി ചൂടായാൽ പോരെ. അങ്ങനെ അതങ്ങനെ ഉപ്പേരിക്ക് തേങ്ങ ഇടാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടൊന്ന് അടച്ച് വെച്ചാലോ, ഒന്ന് വേവിച്ചെടുത്താൽ അതൊരു സമാധാനമായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികൾ വെച്ചാൽ ഒന്ന് മോറാനുണ്ട് കേട്ടോ, നല്ലപോലെ ഒന്ന് പാത്രം കഴുകാനുണ്ട്. അതും കൂടി കഴിഞ്ഞാലാണ് ഒരു സന്തോഷമാകുക. അപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ട്, ഉപ്പേരിയല്ല തോരനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു നമ്മൾ അകമ്പാടത്തുനിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. എന്താ പറയുക, കൊടുമ്പുളിയൊക്കെ നല്ലപോലെ ഉണങ്ങിയേക്കണം. ഈ അടുപ്പത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് കുപ്പിയിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കും, നല്ല രസമാണല്ലോ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട്. അപ്പോൾ സാധാ പുളീനേക്കാട്ടിലും കുറച്ച് പുളി കുറവാവൂലേ. ആ ഒരു ദിവസത്തിന് പുളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിറ്റേന്ന് ആകുമ്പോൾ നല്ല പുളിയാവൂലേ അത്. അപ്പോൾ ഏതായാലും അതൊന്നും എടുത്ത് കുപ്പിയിലാക്കണം. പുറത്താണ് ഈ മഴ ഗംഭീരമായിട്ട് പെയ്തുകൊണ്ട് കണ്ട, ഭയങ്കര മഴയാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നാണ്ട് ഈ ഒരു മീൻ അയില ചെമ്പോനാന്ന് തോന്നുന്നു. അതിൻ്റെ പുറത്ത് കൂടെ ഒരു മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ ചെമ്പോനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളായിരുന്നു എന്തേ ഇപ്പം മഴ പെയ്തിട്ട് കറണ്ട് പോകാത്തേന്നുള്ളത്. അങ്ങനെ കറണ്ട് പോയിട്ടുണ്ട്, സന്തോഷമായിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വരുന്നുണ്ട് പോകണമുണ്ട്. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പോൾ ഏതായാലും എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ്. പിന്നെ വീഡിയോ എടുക്കാനാണ് നമുക്ക് കുറച്ച് പാടുള്ളത് കേട്ടോ. കറണ്ട് ഇല്ലെങ്കിൽ നല്ല കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ചോറൊന്ന് പാത്രത്തിലാക്കി കൊടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഓക്ക് തന്നെ ആക്കി കൊടുത്തൂടെ എന്ന് ചിലവരൊക്കെ വിചാരിക്കും. അപ്പോൾ ഓക്ക് ആക്കണേന് വിഷയമൊന്നുമില്ല കേട്ടോ, ഓളാക്കലൊക്കെ ഉണ്ട്. അപ്പം ഏതായാലും ഇപ്പം ഞാൻ ഫ്രീ ആണല്ലോ, നമുക്ക് വേറെ വല്ലാതെ പണികളൊന്നുമില്ല. പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ വേണമല്ലോ വിചാരിച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് നമ്മളത്തെ പയർ തോരനും അതേപോലെ തന്നെ അച്ചാറിടാമെന്നാണ് വിചാരിച്ചത്. ഇത്തിരി അച്ചാറുണ്ട്, കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറാണ്, വലിയ സുഖമൊന്നുമില്ല. എന്നാലും ചെറിയൊരു എരിവിനെയും ഒക്കെ അത് ധാരാളമാണ്. അപ്പോൾ ഇത്തിരി അച്ചാറും കൂടി ആക്കി കൊടുക്കട്ടെ. എന്നിട്ട് വേണമെങ്കിൽ കുളിക്കാനും തിരുമ്മാനൊക്കെ പണി ഇഷ്ടം പോലെ ഉണ്ട്. പണിയും ഏതായാലും എമ്പാടും ഉണ്ട്. നമുക്ക് കൂലിയില്ലാത്ത പണികളാണെന്നുള്ളൂ, ഫുള്ളായിട്ടില്ലേ. അപ്പം നാരങ്ങച്ചാറാട്ടോ, നാരങ്ങച്ചാറ് അത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഒരു കളർഫുള്ളായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്തിരി അച്ചാറ്, ഇത്തിരിയേ പറഞ്ഞാൽ ഇത്തിരി തന്നെ ഉള്ളൂ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചേച്ചീൻ്റെ പാത്രം കേട്ടോ. ചേച്ചീൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ട്. പൊതുവേ അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, ചേച്ചികളുണ്ടാവുമ്പം ചേച്ചികളെ ബാക്കിയുള്ളതാണ് അനിയത്തിയാൾക്ക് കൊടുക്കുക. ഡ്രസ്സ് ആണെങ്കിലും ബാഗാണെങ്കിലും ബുക്കാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് വരിക. അതിങ്ങനെ നമ്മൾ തലമുറയായിട്ട് അങ്ങനെ ആയി വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പം അങ്ങനെയാണുള്ളത്. പിന്നെ ഞാനൊരു കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകപ്പാട് സ്കൂൾ തുറന്നിട്ട് വാങ്ങിയത് ഇത്തിരി ബുക്കും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കുടയും ഒരു കുപ്പിയാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു കുപ്പിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു കുഞ്ഞി കുപ്പി കേട്ടോ, നല്ലൊരു കുപ്പിക്ക് അതിന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. 100 എത്രയോ ആണ് ഈ ഒരു കുപ്പീൻ്റെ വില. ചെറിയ കുട്ടികളെ കുപ്പിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, രസമുണ്ടല്ലേ കാണാനായിട്ട്. നമ്മളെ കുട്ടികളെപ്പോഴും നമുക്ക് എത്ര വലുതായാലും ചെറിയ കുട്ടികൾ തന്നെ ഇക്കാരം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ വെള്ളമൊന്നും പോണില്ല കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിപ്പോൾ 2 ദിവസത്തിനേ ഉണ്ടാകുള്ളൂ. ഇത് കുടിക്കാൻ പറഞ്ഞിട്ട് കോടെടുത്താ പിന്നെ ആയിക്കോട്ടെ. 8:30 ഗൈസ്. ഇപ്പോഴും ഇരുട്ട് മാറിയിട്ടില്ല, വമ്പൻ ഇരുട്ടാണ്. വീണ്ടും മഴ വരുന്നുണ്ട്. അത് എവിടുക്കാൻ പോണ്, മൂപ്പരതാ എവിടുക്കോ വെള്ളം നോക്കാൻ പോകാണ്. എന്തൊരു മഴ, നല്ല ഇരുട്ടും. അകമൊക്കെ ഒന്ന് അടിച്ചു വരാണ്ട്. പിന്നെ കുറേ തയ്ക്കാനുണ്ട് കേട്ടോ, പിന്നെ നമ്മളെ മാക്സി ബിറ്റും കാര്യങ്ങളൊക്കെ ഇതാക്കണ്. ഇതൊക്കെ അടിക്കാനുള്ളതാട്ടോ, ഇത് കൊടുക്കാനുള്ളതാണ്. അവിടെ ഇത് കൊടുക്കാനുള്ളതാട്ടോ. ഞാൻ വീഡിയോ ഇട്ടാ. ഞാൻ ആദ്യം ഒന്ന് കുളിക്കട്ടെ. ഇനി എന്താ പായേ, ചൂടുവെള്ളം, റാഗി, ഉപ്പേരി, ചോറ്, അത് ഇറച്ചി, ഇത് നമ്മളതല്ലാന്നുള്ളൂ. മീൻ നന്നാക്കിയാൽ ഞാൻ കുളിക്കട്ടെ കേട്ടോ. മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടൊന്ന് കുളിക്കണം. എല്ലാ പാത്രത്തിനും വെള്ളമായിക്കും. കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ചിട്ട് വരാം. കൈ മുറിയായ നല്ല വേദന ഉണ്ട്. ഇതൊന്നൊന്ന് കുത്തി വെക്കട്ടെ കേട്ടോ. ഇനിയിപ്പം കറണ്ട് എപ്പോഴാണ് വരിക എപ്പോഴാണ് പോകുക അറിയാൻ പറ്റൂല. കുത്തി വെക്കട്ടെ.
കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം മീൻ വെക്കട്ടെ എന്ന് വിചാരിച്ചു. മീനൊന്ന് വറ്റിച്ചെടുക്കാമെന്നാട്ടോ വിചാരിച്ചത്. പൊരിക്കാനായിരുന്നു മനസ്സിലുള്ളത്, പക്ഷെ അത് അങ്ങോട്ട് നടത്തുന്നോളണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വറ്റിച്ചെടുക്കാമെന്നുള്ളത്. അപ്പം അങ്ങനെ വറ്റിക്കാനാണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് ഈ കളറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഏതായാലും ആക്കി വെച്ച് വരട്ടെ, പിന്നെ ഞാനല്ലേ വെക്കണത്. അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത്തിരി വെള്ളരി ഉണ്ട്, 2 വെള്ളരി ഉണ്ടായിരുന്നു. അതിൻ്റെ അരപ്പൊട്ടെടുത്തിട്ട് ഞാൻ വേഗം കുക്കറിലൊന്ന് കൂക്കിച്ചെടുത്തിട്ടുണ്ട്. മോര് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുക്കറിലാകുമ്പോൾ കുറേ തീയൊന്നും വേണ്ടല്ലോ. അപ്പോൾ കുക്കറിൽ വേവിച്ചാണ്ട് പിന്നെ ഇതാക്കണ് ഞാൻ ഇതൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ മൺചട്ടി ഇല്ല, മൺചട്ടിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തൈരും നമ്മളെ തേങ്ങയും ഒക്കെ ഒഴിച്ച് പറന്ന് കഴിഞ്ഞേരെ വറവൊക്കെ ഇട്ടെടുത്തു. അതിൻ്റെ ഇടയിൽ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. കുറേ നേരത്തിനായില്ലേ, ഉച്ചയായിട്ടുണ്ട്. മൂപ്പർക്ക് പൈക്കുണ്ടോയെന്നും പറഞ്ഞിട്ട് ആ നിലവിളി മുറവിളി കൂട്ടിയായിരുന്നു. അതിലിപ്പോൾ ചോറ് വിളമ്പി തിന്നാണ്, ഒറ്റയ്ക്ക് വിളമ്പി തിന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം എല്ലാവരും. അങ്ങനെ അവിടെ ഉണ്ണിമോളെന്ന് വേറെ എന്തൊക്കെയോ കരിപുരിയിലാണ്. വറ്റിച്ചതും അതാ മീനാണ്, മറ്റേ മീനാണ് പോണു. അപ്പോൾ ഗൈസ് സൂപ്പർ ഫാസ്റ്റാണ് പോണു. ഇവിടെ എന്തോ ഒരു പണിയുണ്ട്. ഇവിടെ നമുക്ക് മീൻ കറി വേണ്ട, അത് കാരണം ബ്രിഞ്ചൽ ഫ്രൈ ആണ് അവൾ പൊരിച്ചിരിക്കുന്നത്. കട്ടെ നോക്കട്ടെ, പൊരിച്ച കാട്ടി കൊടുക്കട്ടെ നമുക്ക്. പിന്നെ ഷാലോ ഫ്രൈ ആകാൻ പറ്റൂല, ഓള് കരിഞ്ഞ് ഫ്രൈ ആണ്. നോക്ക് ഫുള്ള് കരിഞ്ഞ് ഫ്രൈ. വെള്ളം യെസ് ഇപ്പം കൊണ്ടുവരാം. ഞാൻ ഇതൊന്ന് അടിച്ചു വരി നിൽക്കട്ടെ. നേരം 1:04 ഇപ്പം തരാം. ഞാൻ അടിച്ചു വരി നിൽക്കട്ടെ. കുടിക്കുക ഇങ്ങോട്ട് വരി. ഇവര് നേരെ 6:15 എവിടെ വർത്താനം പറയും, വർത്താനം പറയാനറിയില്ല, സംസാരിക്കാൻ അറിയില്ല. ഇവള് പോണില്ല കേട്ടോ ഗൈസ്, ഓള് പോണില്ല. പൊട്ടിച്ചെടുത്തോ കേട്ടോ, പൊട്ടിക്കാത്തെടുക്കണ്ട, പൊട്ടിച്ചെടുത്തോ. ഇവള് ഇവിടെ ഇരുന്ന് ബോറടിച്ച് പോവുകയാണ്. കണ്ടോ എന്തിനാ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോണ്? മനസ്സിരുത്തി ആലോചിക്കാൻ, +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിരുത്തി ആലോചിക്കാനായിട്ട് അവൾ തറവാടറ്റൊന്ന് പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്നപ്പോൾ അവള് പറയണത്. വെള്ളിയാഴ്ച അപ്പോത്തിന് ഓള് വരുമല്ലോ. അപ്പൊ അതാക്കണ് ചേട്ടായി ചീത്ത അറിയുന്നുണ്ട്. ഇജ്ജ് എന്തിനാ പോണേ? എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ. എന്തടി ഇജ്ജ് അങ്ങനെ പറയാൻ പറ്റും? ഞാൻ എൻ്റെ അമ്മയല്ലേടി. ഇജ്ജിന്നെ പറ്റാ, ഞാൻ എന്നെ പറ്റാ. അപ്പൊ പോട്ടെ. അപ്പോൾ കുട്ടി കളർ ബുക്കൊക്കെ കൊണ്ട് പോകുകയുണ്ടോ? ചെറിയ അംഗവാടിയത്തെ കുട്ടി കളർ ബുക്കൊക്കെ കൊണ്ടുപോകും. അവിടെ ഇരുന്ന് കളർ കൊടുക്കാം. അതാ പറയുന്നത്. അയ്യോ ഇവലൊക്കെ പോവുകയാണ്. അച്ഛൻ്റെ അത്തർകുപ്പിയാണത്, അത്തർകുപ്പി. എനിക്കാണ് ഈ അത്തറിൻ്റെ മണം കേൾക്കുമ്പോഴത്തിന് തല പൊണ്ണാകൊക്കെ, തലച്ചോറ് വരെ പുറത്തേക്ക് വരും. ഒരു മണക്ക് സഹിക്കില്ല. ഇത് മുത്തശ്ശിയായി എനിക്ക് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് ആരോ ഒന്ന് കമൻ്റ് ഇട്ട് ചോദിച്ചു. കണ്ണിന് കാഴ്ചയില്ലാത്ത ഓള് പെറ്റിട്ട് എൻ്റെ പോളിക്കായോണ്ടേ പിന്നെ എനിക്ക് മടിയായിട്ട് ഉരി വെച്ചപ്പം ഇപ്പം എന്തായി, ഇപ്പം കാലാകാലം വെക്കാനായി കേട്ടോ. അപ്പോൾ ഓല് പോവുകയാണ് ഗായ്സ്. വിളക്കെത്തിക്കാനായി, ഞാൻ വിളക്കെത്തിക്കട്ടെ. ഇത് കൊണ്ടാക്കാനായിട്ട് നമ്മൾ ഡാഡി പോവാണ്. ബൈക്കിലാണ് പോണത്. മറ്റോൾക്ക് കൊടുത്തോളി, മഴ പെയ്യൂലേ? ഒരു ചെരുപ്പ് വാങ്ങിക്കോ, ഒരു വള്ളി ചെരുപ്പ് വാങ്ങിക്കോ.
ഇഗ്ലുകളാ പോണേ, ഇഗ്ലുകളാണ്. നിങ്ങളെ സ്പ്രേന്റെ മണൊക്കെ മണത്തിട്ട് ഛർദിക്കാൻ വരുന്നുണ്ട്. ഒന്നും പറയാ. സ്കൂളിലാത്ത ടൈം നോക്കിയാണ് രണ്ടാളും കൂടി വിരുന്ന് പോയതാണ് കേട്ടോ. രണ്ടാളും വിരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കായി. പിന്നെ ഞാനൊന്ന് മേലൊക്കെ കഴുകിയുണ്ട്, വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു ദിവസം നല്ല ഉഷാറായിട്ട് തന്നേനൊന്ന് നന്ദി പറയണമല്ലോ. അപ്പം അങ്ങനെ ആ ഒരു നന്ദി പറച്ചിലാണ് ഇപ്പം ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമായാൽ പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വേണം, അല്ലെങ്കിൽ ഒരു ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസത്തിൽ ഇതാക്കണം. ഇങ്ങനെയൊക്കെ തന്നെ ഒരു ശാന്തമുഖമായിരിക്കും നമ്മളെ വീട് കേട്ടോ. മക്കൾ രണ്ടാളും വിരുന്ന് ആ ചാത്തല്ലൂർ പോയതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ ഉള്ളത് കണ്ണനല്ലേ. അപ്പോൾ താനോളം വളർന്നാൽ താനെന്ന് വിളിക്കണം എന്ന് പറഞ്ഞായിരിക്കും ഓനൊക്കെ ഓൻ്റെ തുണക്കാരിപ്പോൾ അങ്ങനെ പോകും. നമ്മളെ ഇതിനൊന്നും കിട്ടൂല. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.